ഹായ് ഗൈസ്, വെൽക്കം ടു തഹസിൽ മീഡിയ. സോ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡ്രീം ആയിരിക്കും ഒരു പൈലറ്റ് ആവുക, അല്ലെങ്കിൽ ഒരു എയറോപ്ലെയിൻ പറത്തുക എന്നൊക്കെ നമുക്ക് ഒരു ഡ്രീം ആയിരിക്കും. എനിക്കും ഡ്രീം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഞാൻ എൻ്റെ കരിയർ വേറൊരു ഫീൽഡാണ് ചൂസ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് ആരെങ്കിലും ഒരു പൈലറ്റ് ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദാറ്റ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർഫോഴ്സ് വഴി അങ്ങനെ ഫ്യൂച്ചറിൽ ഒരു പൈലറ്റായിട്ട് മാറാം. ഇറ്റ്സ് പോസിബിൾ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. ഐ വിൽ ഗീവ് യു ദ ഡീറ്റെയിൽസ് ലേറ്റർ. ഓക്കെ, സോ ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാൻ റീസെൻ്റ്ലി ഒരു ഡ്രോൺ പർച്ചേസ് ചെയ്തു. ഞാൻ ഇന്നേ വരെ ഡ്രോൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഡ്രോണിനെ കുറിച്ച് അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വരുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കാരണം ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഡ്രോൺ എന്ന് വെച്ചാൽ അത്ര കോസ്റ്റ്ലിയുള്ള ഡ്രോണൊന്നുമല്ല. ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങി നമുക്ക് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് പറത്തി എങ്ങനെ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ, അതിൻ്റെ എങ്ങനെ അത് മോണിറ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണത് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് വാങ്ങിയതാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എനിക്ക് നല്ലൊരു ഒറിജിനൽ നല്ല ഡ്രോൺ വാങ്ങി ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതങ്ങനെയാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അവർ ഇൻസുലേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സെയിം പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിലും വേണ്ടി ട്രൈ ചെയ്യാം. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. ഞാൻ എന്തായാലും പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല പണിയുണ്ട് തുറക്കാൻ. എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഒരു സ്കെയിൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഡ്രോണിന്റെ ഇമേജ് ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ കാണാം. ഡ്രോണിന്റെ ഫോട്ടോക്കുള്ള ഒരു ബോക്സ് ആണ് വരുന്നത്. E8 എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഒന്നാമത്തെ കാര്യം ചൈനീസ് ബ്രാൻഡാണ്. അപ്പൊ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ഓർഡർ ചെയ്യുന്നത്. നിങ്ങളാണല്ലോ അങ്ങനെ ഓർഡർ ചെയ്യാവൂ, അല്ല ഒരിക്കലും നിങ്ങൾ ഡെയിലി യൂസിന് വേണ്ടി ഇത് ഓർഡർ ചെയ്യരുത്. കാരണം നമുക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനുള്ള വേർത്തേ ഇത് കാണത്തുള്ളൂ എന്നൊരു ഷുവറാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഡ്രോൺ ഉണ്ട്. വാവ്, കൊള്ളാം. വലിയ വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല. സൈസ് ഒക്കെ ആണെങ്കിലും ചെറുതാണ്. നമുക്ക് ഒരു കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ പിടിക്കാം. സൈസ് ഇല്ല. അതിന്റെ ചിറക് കാര്യങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പ് ആവും. പിന്നെ അതിനകത്ത് നമുക്ക് അതിന്റെ മോണിറ്റർ വരുന്നുണ്ട്, റിമോട്ട് വരുന്നുണ്ട്. നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അത് മൂവ് ചെയ്യും. അത് സ്റ്റാർട്ടിംഗ് ബട്ടണും പിന്നെ റിമോട്ട് ബാറ്ററി ഇടാനുള്ള ഇത് നിങ്ങൾക്ക് കാണാം. 3 ബാറ്ററി ആവശ്യമാണ്. പിന്നെ അതിന്റെ കൂടെ അതിന്റെ നമുക്ക് ചിറകിനൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും USB ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ മാനുവൽ വരുന്നുണ്ട്. നമുക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ ബട്ടൺ എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. എനിവേ ചൈനീസ് കമ്പനിയാണ്, വീണ്ടും പറയുന്നു. സോ ഡോണ്ട് ഗീവ് ഓവർ എക്സ്പെക്ടേഷൻ ഓൺ ദിസ്. ഓക്കെ, നമുക്കത് എന്തായാലും ഉപയോഗിച്ചാലേ കൂടുതൽ മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾക്കത് മിന്നുന്നത് കാണാം. മിന്നുന്നുണ്ടെങ്കിൽ കണക്ട് ആയിട്ടില്ല എന്നാണ് അത് മീൻ ചെയ്യുന്നത്. പിന്നെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിമോട്ട് എടുത്തിട്ട് ബാക്ക് ബട്ടൺ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് കണക്ട് ആവും. കണക്ട് ആയാൽ ലൈറ്റ് മിന്നുന്നത് സ്റ്റോപ്പ് ആവും, സ്റ്റഡി ആയിട്ട് നിൽക്കും. സോ നൗ ഇറ്റ് ഇസ് കണക്റ്റഡ്. നൗ വി ക്യാൻ ജസ്റ്റ് യൂസ് ദ ബട്ടൺ. ലെഫ്റ്റിലുള്ള മൂവ് ചെയ്യുന്ന ബട്ടൺ എന്ത് ചെയ്യാം, ഫ്രണ്ടിലോട്ട് ആക്കി കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ആവും. അല്ലെങ്കിൽ ആ മുകളിലോട്ട് കുറയ്ക്കുന്ന സിമ്പലുള്ള ബട്ടൺ വെച്ചാലും മതി. നൗ ഇറ്റ് സ്റ്റാർട്ടഡ്. ഇത് ജസ്റ്റ് ഒരു ഡെമോ ആണ്. നിങ്ങൾക്ക് അവിടെ കാണാം. ക്ലിയർ ഉണ്ടോന്ന് അറിയത്തില്ല. നമുക്കത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത് ചെറിയ ഡെമോ. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ റിമോട്ട് കാര്യങ്ങൾ വേണമെങ്കിൽ കമന്റിൽ ഇട്ടാൽ മതി. വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഡ്രോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എങ്ങനെ വർക്ക് ആവും എന്നൊക്കെ പഠിക്കാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈസൻസ് ഒന്നും ആവശ്യമില്ല ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെയിറ്റ് കുറവാണ്, പ്രൈസ് കുറവാണ്. ഒരിക്കലും ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ക്യാമറയൊന്നും നമുക്ക് അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഇതിനകത്തില്ല. അവർ പറയുന്നുണ്ട് 4K ഉണ്ട്, ഇത്ര ക്ലാരിറ്റി ഉണ്ടെന്നൊക്കെ, ബട്ട് ദർ ഇസ് നോ ദാറ്റ് മച്ച് ക്ലാരിറ്റി. അത് നമുക്ക് മനസ്സിലാകാം, കാരണം അതിനുള്ള പ്രൈസേ ഉള്ളൂ. ഒറിജിനൽ ഡ്രോണൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ 1 lakh അല്ലെങ്കിൽ 25,000, അതിനൊക്കെ മുകളിലുള്ള പല കാറ്റഗറീസ് വരുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടി അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ 600, 1000 വേണമെന്നൊക്കെ പറയുന്നത്. അവരത്രയും പൈസ മുടക്കി മേടിച്ച പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം.
അത് പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലത് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോ വരുന്നത് വരെ താങ്ക് യു.